ശിവരാത്രി ആഘോഷങ്ങൾക്കായി ആലുവ മണപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാത്രി ആരംഭിക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾ നാളെ രാവിലെയും തുടരും. ശിവരാത്രി ചടങ്ങുകൾ ഭംഗിയായി നടക്കുന്നതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒരുക്കിയിട്ടുണ്ട്. ശിവരാത്രിയോടനുബന്ധിച്ചുള്ള പിതൃബലിതർപ്പണത്തിനായി ഇന്ന് വൈകുന്നേരം മുതൽ ആലുവ മണപ്പുറത്തേക്ക് ജനലക്ഷങ്ങൾ ഒഴുകിയെത്തും. ബലിതർപ്പണ ചടങ്ങുകൾക്കായി 116 ബലിത്തറകൾ മണപ്പുറത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. രാത്രി 12-ന് ശിവരാത്രി വിളക്കിനും എഴുന്നള്ളിപ്പിനും ശേഷം ബലിതർപ്പണം തുടങ്ങും. കുംഭമാസത്തിലെ വാവു ദിവസമായ നാളെയും ബലിതർപ്പണ ചടങ്ങുകൾ നീളും. റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ 12 DYSPമാരും 30 ഇൻസ്പെക്ടർമാരും ഉൾപ്പെടെ 1500ഓളം പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം ആലുവയിലുണ്ടാകും. ശിവരാത്രിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോയും റെയിൽവേയും KSRTCയും രാത്രി സ്പെഷ്യൽ സർവീസുകൾ നടത്തുന്നുണ്ട്. ആലുവ മണപ്പുറത്ത് താൽക്കാലിക നഗരസഭാ ഓഫീസ്, പോലീസ് കൺട്രോൾ റൂം, ഫയർ സ്റ്റേഷൻ തുടങ്ങിയവയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി 8 മണി മുതൽ പാലസ് റോഡിൽ ബാങ്ക് കവല മുതൽ ടൗൺ ഹാൾ വരെ വാഹന ഗതാഗതവും നിരോധിച്ചിട്ടുണ്ട്. ദേശീയപാതയിൽ ഉൾപ്പെടെ ഗതാഗത ക്രമീകരണവും ഉണ്ടാകും. ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശിവരാത്രി ആഘോഷത്തിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൈരളി ന്യൂസ്, കൊച്ചി.